പരാമർശ കേസിൽ ബി.ജെ.പി. നേതാവ് പി.സി. ജോർജിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഇന്ന് വൈകിട്ട് 6 മണി വരെയാണ് കസ്റ്റഡി കാലാവധി. ജാമ്യാപേക്ഷയിൽ ഇന്ന് തന്നെ വിധി പറയും. വിവരങ്ങളുമായി ടോബി ജോൺസൺ ചേർന്നു. ടോബി, 6 മണി വരെ കസ്റ്റഡി ആവശ്യപ്പെട്ടത്, 2 ദിവസത്തെ കസ്റ്റഡിയും. എന്താണ് ഇത്ര മണിക്കൂറുകൾ കുറഞ്ഞ കസ്റ്റഡി അനുവദിക്കപ്പെട്ടത്? ഈ കസ്റ്റഡി അപേക്ഷയിൽ എന്തെങ്കിലും അപാകത ഉണ്ടായിരുന്നോ? അതിനപ്പുറത്തേക്ക് ഇനി എന്തൊക്കെയായിരിക്കും പോലീസിന്റെ നടപടി? അറസ്റ്റ് തടഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു വ്യവസ്ഥ ഇപ്പോൾ കോടതി പുറത്തു വിട്ടിട്ടുണ്ടോ? അറസ്റ്റിന് സാധ്യതയുണ്ടോ ഈ കസ്റ്റഡി കാലാവധി? ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. അതായത് കീഴടങ്ങിയൊരു പശ്ചാത്തലത്തിലാണ് പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് വിടണമെന്നൊരു ആവശ്യം പോലീസ് ഉന്നയിച്ചത്. 2 ദിവസമെങ്കിലും ചോദ്യം ചെയ്യുന്നതിനടക്കം വേണമെന്നാണ്, കസ്റ്റഡിയിൽ വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ അതിനെ പ്രതിഭാഗം ശക്തമായിട്ട് എതിർത്തു. അതിലത്തെ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് ആരോഗ്യസ്ഥിതി തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. ഉറങ്ങുമ്പോൾ മാസ്ക് അടക്കം, ഓക്സിജൻ അടക്കം ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം നൽകരുത് കസ്റ്റഡിയിൽ. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത്, തെളിവുകളെല്ലാം തന്നെ ഇതിനോടകം തന്നെ ശേഖരിച്ചു കഴിഞ്ഞു. കൂടുതൽ തെളിവ് ശേഖരണത്തിന്റെ ആവശ്യമില്ല. അപ്പോൾ എന്തിനാണ് കസ്റ്റഡി എന്നുള്ളൊരു ചോദ്യമാണ് പ്രതിഭാഗം ചോദിച്ചത്. എന്നാൽ പ്രോസിക്യൂഷൻ ഇതിനെ അതിശക്തമായിട്ട് എതിർത്തു. അതിനുള്ള കാരണം, ഹൈക്കോടതി വരെ അതിരൂക്ഷമായ വിമർശനം ഈ ഒരു പി.സി. ജോർജിന്റെ പരാമർശത്തിൽ നടത്തിയിട്ടുണ്ട്. അതായത് തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, കോടതികളിൽ നിന്ന് കർശന നിർദ്ദേശങ്ങൾ ഉണ്ടാകുന്നു, ജാമ്യം നൽകി പുറത്തു വരുന്നു, എന്നിട്ട് വീണ്ടും ഇതേ തെറ്റ് ആവർത്തിക്കുന്നു. അതാണ് പ്രോസിക്യൂഷൻ ശക്തമായിട്ട് ഉയർത്തിക്കാട്ടിയത്. ഇനിയും ഒരു ജാമ്യം നൽകി പുറത്തേക്ക് വിടുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള നിലപാടുകൾ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാമ്യം നൽകരുതെന്നുള്ള ആവശ്യമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. എന്തായാലും ആ ജാമ്യാപേക്ഷയിന്മേലുള്ള വിധി അല്പസമയത്തിനുള്ളിൽ തന്നെ കോടതി പറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ ഒരു 6 മണിക്കൂർ പോലീസിന്റെ ആവശ്യപ്രകാരം നൽകിയിരിക്കുന്നത്. പോലീസ് ആവശ്യപ്പെട്ടത് 2 ദിവസമാണെങ്കിലും മറ്റ് തെളിവ് ശേഖരണമോ മറ്റോ ഒന്നും ആവശ്യമില്ലാത്തൊരു ഘട്ടത്തിൽ, ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു 6 മണിക്കൂർ കൊടുക്കുകയാണ് ചെയ്തത്. എന്തായാലും ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ, താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ വൈദ്യപരിശോധനയ്ക്ക് ശേഷം വീണ്ടും കോടതിയിലേക്ക് തന്നെ കൊണ്ടുപോകും. അതല്ലെങ്കിൽ കോടതിയിൽ നിന്നും അതിന്റെ ഉത്തരവായി തന്നെ കസ്റ്റഡിയിൽ നൽകുകയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ കൊണ്ടുപോകും. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയാലും 6 മണിക്ക് തന്നെ കോടതിയിൽ വീണ്ടും തിരിച്ച് പി.സി. ജോർജിനെ ഹാജരാക്കേണ്ടി വരും. ജാമ്യാപേക്ഷയിന്മേലുള്ള വിധി ഒരുപക്ഷെ അതിനുശേഷമായിരിക്കും വരിക. എന്തായാലും നാടകീയമായ രംഗങ്ങൾ തന്നെയാണ് അരങ്ങേറുന്നത്. കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാകണമെന്ന് നോട്ടീസ് നൽകാൻ എത്തിയെങ്കിലും പി.സി. ജോർജ് ഒളിവിനായതിനാൽ ആ നോട്ടീസ് അദ്ദേഹം കൈപ്പറ്റിയില്ല. പിന്നീടാണ് തൊട്ടു പിന്നാലെ നേരിട്ട് സ്റ്റേഷനിൽ ഹാജരായിക്കൊള്ളാമെന്ന് അദ്ദേഹം പറയുന്നത്. പക്ഷേ സ്റ്റേഷനിൽ ഹാജരാകാതെ ഇന്ന് രാവിലെ 11 മണിയോടുകൂടി കോടതിയിൽ വന്ന് കീഴടങ്ങുകയായിരുന്നു. സുഹേൽ, ശരി, പോലീസിന്റെ കൺവെട്ടത്തൂടെ പോയി കോടതിയിലെത്തി കീഴടങ്ങിയ പി.സി. ജോർജിനെ 3.5 മണിക്കൂറേക്ക് മാത്രം കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. വൈകിട്ട് 6 മണിക്ക് പി.സി. ജോർജിനെ കോടതിയിൽ ഹാജരാക്കണം.